പുതിയ സിവിൽ സർവീസ് കോഡ് രൂപീകരണം വഴിയായി ഖജനാവിൽ കൈയിട്ട് വാരാൻ എല്ലാ ഭരണ വകുപ്പുകൾക്കും അവകാശം കൊടുക്കുകയാണോ ഗവൺമെൻറ്? ഭരണപരിഷ്കാര കമ്മീഷൻ ആരുടെയോ താൽപ്പര്യം സംരക്ഷിക്കാൻ, സംസ്ഥാനത്തിൻ്റെ താൽപ്പര്യം ഹനിക്കാനും വേണ്ടി ഒരു ശുപാർശ നടത്തിയിരിക്കുന്നു. എന്താണത്? ധനവകുപ്പ് കൈകാര്യം ചെയ്യുന്ന പല അവകാശങ്ങളും ധനവകുപ്പിൽ നിന്ന് മറ്റ് എല്ലാ ഭരണവകുപ്പുകളിലേക്കും കുറേശ്ശെ അതായത് അവരവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവരിലേക്ക്, അതായത് പണസംബന്ധമായ ധനസംബന്ധമായ കാര്യങ്ങൾ അവരിലേക്ക് നിക്ഷിപ്തമാക്കുക. അതാണ്, അതായത് ധനവകുപ്പിനെ ആശ്രയിക്കാതെ ഓരോ വകുപ്പിനും അനുവദിച്ചു കൊടുത്തിട്ടുള്ള ഫണ്ട് അത് ഉപയോഗിക്കുവാനുള്ള അവകാശം അവർക്ക് വിട്ടുകൊടുക്കണം എന്നതായിരുന്നു ഭരണപരിഷ്കാര കമ്മീഷൻ്റെ ഒരു റെക്കമെൻഡേഷൻ. ആ റെക്കമെൻഡേഷൻ അന്ന് തന്നെ അതേപ്പറ്റി വിവരമുള്ളവരെല്ലാം വളരെ അപകടകരം എന്ന് വിശേഷിപ്പിച്ച് തള്ളിയതാണ്. പക്ഷേ ഇപ്പോൾ മന്ത്രിസഭ അംഗീകാരം കൊടുത്തിരിക്കുന്നു. അതായത് KSRനെ ധനവകുപ്പിൽ നിന്ന് അടർത്തി KS ആൻഡ് SSRS കോണ്ടക്ട് റൂൾ എന്നിവയെ സംയോജിപ്പിച്ച് സിവിൽ സർവീസ് കോഡ് രൂപീകരിക്കുന്നതിന് തീരുമാനമെടുത്തിരിക്കുന്നു മന്ത്രിസഭ. അപ്പോൾ ഈ സിവിൽ സർവീസ് കോഡ് രൂപീകരിച്ച് ഇപ്പോൾ ഞാൻ മേൽ സൂചിപ്പിച്ചതുപോലെ അധികാര വികേന്ദ്രീകരണം, അതായത് ധനവകുപ്പിലുള്ള അധികാരം, മറ്റധികാരങ്ങളല്ല, ധനവകുപ്പിനുള്ള അധികാരം മറ്റെല്ലാ വകുപ്പുകൾക്കും, അതായത് പണസംബന്ധമായ ഓരോ വകുപ്പിനും ബജറ്റിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന തുക കയ്യിലെത്തുന്ന മുറയ്ക്ക് ചെലവഴിക്കാനായിട്ട് ഉള്ള അധികാരം, അത് സാധാരണ രീതിയിൽ ധനവകുപ്പ് അറിയാതെ ഒരു വകുപ്പിനും ഒരു പൈസയും ചെലവഴിക്കാൻ അവകാശമില്ല. അതാണ് ഇപ്പോൾ തിരുത്തി കുറിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ തിരുത്തി കുറിക്കുമ്പോൾ ഇങ്ങനെ ഈ ശുപാർശ ചെയ്യുന്നത് തന്നെ വലിയ അതിശയമാണ്. അതായത് ഭരണപരിഷ്കാര കമ്മീഷനിൽ IASകാരും ഈ ധനസംബന്ധമായ കാര്യങ്ങളെപ്പറ്റി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ റൂൾസ് അടങ്ങുന്ന റൂൾ 10 ഇതൊന്നും അറിയില്ലാത്തവരായിരുന്നോ ഈ ഭരണപരിഷ്കാര കമ്മീഷനിൽ ഉണ്ടായിരുന്നത്? അഥവാ അതൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലും അതിനകത്ത് IASകാരില്ലായിരുന്നു, IASകാരിലും ബുദ്ധിഹീനരുണ്ടോ? എങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളാണ് നമുക്ക് ചോദിക്കാൻ തോന്നിപ്പോകുന്നത്. അതല്ലെങ്കിൽ ഇങ്ങനെ ഒരു റെക്കമെൻഡേഷൻ തന്നെ ഭരണപരിഷ്കാര കമ്മീഷൻ കൊടുക്കുകയില്ല. കാരണം അതിൻ്റെ പ്രത്യാഘാതങ്ങൾ അവർ നല്ലവണ്ണം അറിഞ്ഞിരിക്കേണ്ടവരാണ്. അതായത് അവർക്ക് IAS കിട്ടിക്കഴിഞ്ഞാൽ തന്നെ IASൻ്റെ ട്രെയിനിങ് വേളയിലൊക്കെ, അതുപോലെ ധനവകുപ്പിൽ ഇൻചാർജായിട്ട് വരുമ്പോൾ തന്നെ ധനവകുപ്പുമായിട്ട് ബന്ധപ്പെട്ട ട്രെയിനിങ് പീരീഡുകളിലൊക്കെ വളരെ വിശദമായിട്ട് ഇത്തരം കാര്യങ്ങൾ എന്തുകൊണ്ടാണ് റൂൾ 10, അതായത് ധനവകുപ്പിനെ ശാക്തീകരിക്കുന്ന ഒരു വകുപ്പാണ് റൂൾ 10 എന്ന് പറയുന്നത്. അതായത് സർക്കാരിൻ്റേതാകട്ടെ, കേന്ദ്ര സർക്കാരിൻ്റേതാകട്ടെ, സംസ്ഥാന സർക്കാരിൻ്റേതാകട്ടെ, എല്ലാവിധ ധനവിനിമയ കാര്യങ്ങളും വിത്ത് ദ നോളജ് ഓഫ് ധനമന്ത്രിയുടെ അറിവോടുകൂടി മാത്രമേ നടപ്പാക്കാവൂ എന്നുള്ളതാണ് ഈ റൂൾ 10 അനുശാസിക്കുന്നത്. അത് കേന്ദ്രത്തിലായാലും സംസ്ഥാന തലത്തിലായാലും അങ്ങനെ തന്നെ ആയിരിക്കണം. എന്തിനാണ് അങ്ങനെ ഒരു റൂൾ 10 കൊണ്ടുവന്നിരിക്കുന്നത്? റൂൾ 10 കൊണ്ടുവന്നിരിക്കുന്നത് ഒരു കാരണവശാലും ഫണ്ട് മിസ്യൂസ്, അതായത് നടക്കാതിരിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പലരും ചോദിക്കുന്നത്, എന്തുകൊണ്ട് ബജറ്റിൽ പറഞ്ഞിരിക്കുന്ന തുക ഒരു സംസ്ഥാനത്തെ വിവിധ വകുപ്പുകൾക്ക് അവരുടെ കയ്യിൽ കിട്ടുന്ന മുറയനുസരിച്ച് പിന്നെ ധനമന്ത്രിയുടെ കാരുണ്യം കാത്തു നിൽക്കാതെ, അനുവാദം കാത്തു നിൽക്കാതെ അത് ചെലവഴിച്ചുകൂടെ? ഇതാണ് പലരും ചോദിക്കുന്ന ചോദ്യം. കേട്ടാൽ നമുക്ക് വളരെ ഡെമോക്രാറ്റിക്കായിട്ട് തോന്നും. ശരിയല്ലേ ഈ ചോദ്യം? ബജറ്റിൽ അനുവദിച്ച തുക കയ്യിലെത്തുന്ന മുറയ്ക്ക് അത് ചെലവഴിച്ചുകൂടെ എന്നാണ് ചോദ്യം. പക്ഷേ നമ്മൾ ഒരു കാര്യം ഓർക്കണം, അപ്പോൾ ബജറ്റിനെ പറ്റിയും നമുക്ക് അല്പജ്ഞാനം ഉണ്ടാകണം. എന്താണ് ഈ ബജറ്റിൽ പറയുന്ന തുക എന്ന് പറയുന്നത്? ബജറ്റ് എസ്റ്റിമേറ്റ് എന്നാണ് അതിന് പറയുന്നത്. ബജറ്റ് എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞാൽ ഈ വർഷം, അതായത് ഇപ്പോൾ ഒരു ഫെബ്രുവരി മാസത്തിലാണ് ഒരു ബജറ്റ് അവതരിപ്പിക്കുന്നത് എങ്കിൽ ഫെബ്രുവരി തൊട്ട് അടുത്ത മാർച്ച് 31 വരെ, ഫെബ്രുവരി മാർച്ചാണ് തൊട്ട മാസം, അതല്ല, ആ ധനവർഷം തീരുന്നത് അടുത്ത മാർച്ച് 31-ാം തീയതിയാണ്. അതല്ലാതെ ഈ ഫെബ്രുവരിക്ക് തൊട്ടുള്ള മാർച്ചല്ല,
അടുത്ത മാർച്ച് 31-ാം തീയതിയാണ് ആ ധനവർഷം തീരുന്നത്. ധനവർഷം തീരുന്നത് വരെ ഉള്ള കാലഘട്ടത്തിൽ വന്നേക്കാവുന്ന റവന്യൂ ആണ് ബജറ്റിൽ പ്രതീക്ഷയായിട്ട് വയ്ക്കുന്നത്. ബജറ്റ് എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത് ബജറ്റ് ഇയറിൽ ആ ധനവർഷത്തിൽ വന്നേക്കാവുന്ന എമൗണ്ടാണ് അതിനകത്ത് പറയുന്നത്. പ്രതീക്ഷിക്കുന്ന GDP ആണ് പറയുന്നത്. അതായത് സംസ്ഥാനത്തിൻ്റെ ആ മൊത്തം ആഭ്യന്തര വരുമാനം അതും ആ വർഷം പ്രതീക്ഷിക്കുന്നതാണ് പറയുന്നത്. എല്ലാ കണക്കുകളും ഓരോ വകുപ്പിനും കൊടുക്കാമെന്നുള്ള തുക അത് ഈ വരുമാനത്തിനെ ആശ്രയിച്ചിരിക്കും. തുക അത്രയും കൊടുക്കുമോ കൊടുക്കുകയില്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പം ബജറ്റിൽ അവതരിപ്പിക്കുന്ന എല്ലാ കണക്കുകളും പ്രതീക്ഷിക്കുന്ന കണക്കുകളാണ്. പ്രതീക്ഷിക്കുന്ന വരുമാനം, പ്രതീക്ഷിക്കുന്ന ഓരോ വകുപ്പിനുമുള്ള തുക, പ്രതീക്ഷിക്കുന്ന ആകെ ചെലവ്, ഇങ്ങനെയാണ് ഒരു ബജറ്റിൽ അവതരിപ്പിക്കുന്ന കണക്കുകൾ മുഴുവനും. അതല്ലാതെ ധനമന്ത്രിയുടെ അലമാരിയിൽ വെച്ച് പൂട്ടിയിരിക്കുന്ന പണം ബജറ്റ് അവതരിപ്പിച്ച് കഴിഞ്ഞാൽ ഉടനെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുകയല്ല ചെയ്യുന്നത്. ആ വർഷം മുഴുവനും ആ വരുമാനം വന്നുകൊണ്ടേയിരിക്കും. അതായത് നാം ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിനനുസരിച്ച് നമ്മുടെ കയ്യിൽ നിന്ന് നികുതി പോകുന്നു. ആ നികുതി ഇപ്പോൾ GST അനുസരിച്ചാണെങ്കിൽ GST വരുമാനം വഴിയും, അതല്ലാതെ സംസ്ഥാനം നേരിട്ട് സമാഹരിക്കുന്ന നികുതികൾ വഴിയും ഒക്കെ പല മാർഗങ്ങളിലൂടെയാണ് ഖജനാവിലെത്തുന്നത്. അതുപോലെ തന്നെയാണ് രണ്ടാമത്തെ ഒരു വരുമാന മാർഗം നികുതിയേതര വരുമാനം. അത് 36 വകുപ്പുകളിലായിട്ട് ചിന്നി കിടക്കുന്നതാണ്. അവരുടെ കാര്യക്ഷമത അനുസരിച്ചിരിക്കും അത് പിരിച്ചെടുക്കുമോ കൃത്യമായിട്ട്. അങ്ങനെ പിരിച്ചെടുക്കുമെങ്കിൽ മാത്രമേ അതും ഖജനാവിലെത്തുകയുള്ളൂ. ഇനി മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാന സോഴ്സ് എന്ന് പറയുന്നതാണ് ഡെവല്യൂഷൻ ഫ്രം ദ സെൻറ്റർ. അതാണല്ലോ നമ്മുടെ സംസ്ഥാനം കേന്ദ്രം ചതിക്കുന്നു, കേന്ദ്രം തരുന്നില്ല. ഞാൻ അതിനോട് യോജിക്കുന്നില്ല. പക്ഷേ കേന്ദ്രം പ്രതിരോധത്തിലാക്കുന്നുണ്ട് സംസ്ഥാനങ്ങളെ, പ്രത്യേകിച്ച് തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളെ. അതിൻ്റെ കാരണങ്ങളൊന്നും പറയാനുള്ളതല്ല ഈ സമയം. അപ്പം അങ്ങനെ കേന്ദ്രത്തിൽ നിന്നുള്ള വരുമാനം, നികുതിയേതര വരുമാനം, നികുതി വരുമാനം, ഇത് മൂന്നും ചേർന്നിട്ട് പിന്നെയും തികയാതെ വരുമ്പോഴാണ് കടമെടുക്കേണ്ടത്. അപ്പോൾ ഇതൊക്കെ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളാണ്. ഒന്നും ആ ബജറ്റിൻ്റെ ദിവസം ബജറ്റ് പാസ്സാക്കുമ്പോഴോ ഒന്നും നടപ്പാകുന്ന കാര്യങ്ങളല്ല. അതുകൊണ്ട് തന്നെയാണ് ഈ വരുമാനത്തിൻ്റെ വരവനുസരിച്ച് ആണ് ധനമന്ത്രി ഓരോ വകുപ്പുകൾക്കും എത്ര കൊടുക്കാം, ഓരോ വകുപ്പുകളും അവരുടെ ചെലവുകളുടെ കണക്ക് ധനമന്ത്രിയെ അവതരിപ്പിക്കുന്നു. അപ്പോൾ ഈ വരുമാനം ഖജനാവിൽ എന്തുണ്ട് എന്ന് കൃത്യമായിട്ട് അറിയാവുന്ന ധനമന്ത്രി കണക്ക് നോക്കി ഇത് പ്രയോറിറ്റി ആയിട്ടുള്ള ഒരു വകുപ്പാണോ, ഈ വകുപ്പിന് ഇത് ഇത്രയും കൊടുക്കണോ, ഇത്തരം കാര്യങ്ങൾ ആലോചിച്ച് ഉചിതമായ തീരുമാനം അത് ധനമന്ത്രി തന്നെ ഇരുന്നല്ല എടുക്കുന്നത്. ധനവകുപ്പിലെ ഉദ്യോഗസ്ഥരാണ് ഇത്തരം കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയുന്നത്. ധനമന്ത്രിക്ക് പോലും അറിയാവുന്നതിനേക്കാൾ വളരെ കൃത്യതയോടെ ഈ വക കാര്യങ്ങളെല്ലാം അറിയുന്നത് ധനവകുപ്പിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിയും അദ്ദേഹത്തോട് ചേർന്ന് നിൽക്കുന്ന മുതിർന്ന ഉദ്യോഗസ്ഥരുമാണ്. അപ്പോൾ ആ ധനവകുപ്പ് എന്ന് പറയുന്നത് കാര്യക്ഷമതയുള്ള ഒരു വകുപ്പാണെങ്കിൽ അവർ കൃത്യമായിട്ട് ഇതൊക്കെ ധനമന്ത്രിയെ ഫീഡ് ചെയ്യും. ധനമന്ത്രി അറിഞ്ഞിരിക്കും, ധനമന്ത്രിയെ ഉൾപ്പെട്ടായിരിക്കും ഈ കാര്യങ്ങളൊക്കെ കണ്ടെത്തുന്നതും ഒക്കെ. അങ്ങനെ ധനമന്ത്രിയുടെ അടുത്തേക്ക് ഏതെങ്കിലും ഒരു വകുപ്പിൽ നിന്ന് വരുന്ന ഒരു പ്രപ്പോസൽ, അതായത് ഒരു കമ്മിറ്റ്മെൻറ്റ്, ഫിനാൻസിന് വേണ്ടിയുള്ള ഒരു തുക ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രപ്പോസൽ, അതിൻ്റെ നിജസ്ഥിതി മനസ്സിലാക്കി അതിനേക്കാൾ പ്രധാനപ്പെട്ട പ്രയോറിറ്റിയുള്ള പ്രപ്പോസൽസ് വേറെ വന്നതുണ്ടോ, ഉണ്ടെങ്കിൽ അവർക്ക് എന്ത് പ്രയോറിറ്റി കൊടുക്കണം, ഇത്തരം കാര്യങ്ങളൊക്കെ അളന്ന് തൂക്കിയതിന് ശേഷമാണ് ഒരു ധനമന്ത്രി കൃത്യമായ രീതിയിൽ അവർ ചോദിച്ചിരിക്കുന്നത് അത്രയും കൊടുക്കണോ, പകുതി കൊടുക്കണോ, അതോ അത് തൽക്കാലം നിരസിക്കണോ, മാറ്റിവെക്കണോ എന്നൊക്കെയുള്ള തീരുമാനങ്ങളിൽ എത്തുന്നത്. ഇതൊന്നും മനസ്സിലാക്കാതെയാണോ ഈ ഭരണപരിഷ്കാര കമ്മീഷൻ ഇത്രയും ഒരു മോശമായ ഒരു സജഷൻ, ഒരു റെക്കമെൻഡേഷൻ നടത്തിയത് എന്ന് ഓർത്തു പോകുമ്പോൾ ഭരണത്തിൽ ഒരിക്കലും വന്നിട്ടില്ലാത്ത, പക്ഷേ ഭരണത്തെപ്പറ്റി ഒരുമാതിരി കാര്യങ്ങളൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഞാൻ പബ്ലിക് എക്സ്പെൻഡിച്ചർ റിവ്യൂ കമ്മിറ്റിയിലെ മെമ്പറായിരുന്നു, പിന്നെ അതിൻ്റെ ചെയർപേഴ്സണായി. ആ സമയത്തൊക്കെ ഏകദേശം നന്നായിട്ട് തന്നെ സർക്കാർ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ബജറ്റിൽ പറയുന്ന തുകയല്ലേ അസംബ്ലിയിലുള്ളവർ ചോദിക്കാവുന്നതാണ്. നമ്മുടെ മെമ്പേഴ്സ് ഓഫ് പാർലമെൻറ്റ് അസംബ്ലി ചോദിക്കാവുന്ന ഒരു കാര്യമായത്.
ഇത് ബജറ്റിൽ പറഞ്ഞ തുകയല്ലേ, പിന്നെ എന്തുകൊണ്ട് കൊടുത്തുകൂടാ? പിന്നെ ധനമന്ത്രി എന്തിനാണ് അതിനോട് പാര വയ്ക്കുന്നത്? അത് അസംബ്ലിയെ മോശപ്പെടുത്തലല്ലേ? പ്രിയപ്പെട്ട ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെ മെമ്പേഴ്സെ, അവരും മനസ്സിലാക്കണം അവരുടെ ജ്ഞാനവും അത് കുറച്ചും കൂടി മെച്ചപ്പെടുത്താനുണ്ടെന്ന്. ബജറ്റിൽ പറഞ്ഞതുകൊണ്ട് മാത്രം ധനമന്ത്രിക്ക് ആ ഫണ്ട് എടുത്ത് ഒരു വകുപ്പിന് കൊടുക്കാനൊക്കില്ല. അത് വരട്ടെ, ഖജനാവിലേക്ക് വരുന്ന മുറയ്ക്ക് പ്രപ്പോസലിൻ്റെ അത് അനുസരിച്ച് ഏത് വകുപ്പിൽ നിന്ന് അതിൻ്റെ പ്രയോറിറ്റി എന്താണ് ഇതെല്ലാം നോക്കിയതിന് ശേഷം മാത്രമേ ഫണ്ട് കൊടുക്കാനൊക്കൂ. അപ്പോൾ ആ തീരുമാനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി അസംബ്ലിയിൽ വീണ്ടും ചെന്ന് താണു തൊഴുത് നിൽക്കണമെന്ന് പറയുന്നത് ഒരു മന്ത്രിയെ സംബന്ധിച്ച് ആവശ്യമുള്ള കാര്യമല്ല. അത് തന്നെയുമല്ല, അത് കാര്യക്ഷമതയെ തകിടം മറിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അപ്പം അസംബ്ലിയിൽ പാസ്സാക്കിയ ബജറ്റിൽ പറഞ്ഞ തുക അതാണ് വകുപ്പ് ചോദിക്കുന്നത്. എന്തുകൊണ്ട് കൊടുത്തുകൂടാ എന്ന ചോദ്യം തന്നെ ഒരു നോൺസെൻസായി ഇവിടെ പരിണമിക്കുകയാണ്. കാരണം ബജറ്റിൽ പറഞ്ഞിരിക്കുന്ന തുകയൊക്കെ പ്രതീക്ഷിക്കുന്ന തുകയാണ്. ആ തുക വന്നാലേ ആ പറഞ്ഞിരിക്കുന്ന പ്രഖ്യാപനങ്ങളൊക്കെ നടത്താൻ പറ്റൂ. അപ്പം അതുകൊണ്ട് തന്നെ എന്നിട്ടോ അടുത്ത വർഷം അത് എസ്റ്റിമേറ്റ്, ഇപ്പോഴത്തെ ഈ ബജറ്റ് എസ്റ്റിമേറ്റ് BE എന്ന് ബ്രാക്കറ്റിലിടും. ആ ബജറ്റ് എസ്റ്റിമേറ്റ് അടുത്ത വർഷം എസ്റ്റിമേറ്റ് ആകും. എന്ന് വെച്ചാൽ ബജറ്റിൽ പ്രതീക്ഷിച്ചിരുന്നതിൻ്റെ അത്രയും കിട്ടിയോ, അതിനേക്കാൾ കുറവാണോ, അതോ അത് എക്സീഡ് ചെയ്തോ, ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ആ എസ്റ്റിമേറ്റിൽ കാണാം. അപ്പോൾ എസ്റ്റിമേറ്റിൽ കൂടുതൽ കിട്ടിയതായിട്ട് വരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ധനവകുപ്പ് കൂടുതലായിട്ട് വകുപ്പുകൾക്ക് കൊടുത്തിരിക്കും. അതാണ് സാധാരണ രീതിയിലുള്ളത്. അതല്ലാതെ ഒരു ധനമന്ത്രി, ഇമ്പാർഷ്യലായിട്ട് പ്രവർത്തിക്കേണ്ട ഒരു ധനമന്ത്രി, അതായത് ഏത് ധനമന്ത്രി ആയാലും ആ ധനമന്ത്രിയുടെ പാർട്ടി തന്നെയായിരിക്കും ഭരണത്തിലുള്ളത്. അപ്പോൾ ഭരണത്തിന് പാര വയ്ക്കണം, വകുപ്പുകളെ ശിക്ഷിക്കണം എന്നൊന്നും ഒരു ധനമന്ത്രിയും വിചാരിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ധനമന്ത്രിയുടെ ഓപ്ഷന് വിടുന്ന ആ റൂൾ 10, അതായത് ഡെലിബറേറ്റായിട്ട് സംസ്ഥാനങ്ങളെ ധനപ്രതിസന്ധിയിലും കടക്കെണിയിലും വീഴ്ത്താതിരിക്കാനാണ് ധനവകുപ്പിന് അങ്ങനെ റൂൾ 10 അനുസരിച്ച് പ്രത്യേക അധികാരങ്ങൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ ബജറ്റ് എസ്റ്റിമേറ്റ് BE ആണ്, അടുത്ത വർഷം എസ്റ്റിമേറ്റ് ആണ്. 3-ാം വർഷം മാത്രമേ ആക്ച്വൽ ആകുള്ളൂ. അതായത് 3 വർഷം എടുക്കും ബജറ്റിൽ, ഒരു വർഷത്തെ ബജറ്റ്, അതായത് ഈ 2024-25 ബജറ്റിൽ പറഞ്ഞിരിക്കുന്ന തുകകളെല്ലാം കൃത്യതയോടെ വന്നോ അതോ അതിനെ എക്സീഡ് ചെയ്തോ എന്നൊക്കെ അറിയണമെങ്കിൽ നമ്മൾ 24-25 കഴിഞ്ഞ് 25-26 കഴിഞ്ഞ് 26-27 2026-27 ആകുമ്പോഴാണ് ഇപ്പോഴത്തെ ബജറ്റിൽ പറഞ്ഞിരിക്കുന്ന അക്കൗണ്ടുകളൊക്കെ അക്കൗണ്ട്സ് ആകുന്നത്, അതായത് സ്ഥിരപ്രതിഷ്ഠ നേടുന്നത്. അതിലെന്തുണ്ടോ അതാണ് കൃത്യമായിട്ട്. അപ്പോൾ ഈ 3 വർഷത്തെ കാലാവധി കൊണ്ടാണ് എന്ന് ഓർക്കണം ഇത് ആക്ച്വലായിട്ട് മാറുന്നത്. ഇത് സ്ഥിരമായിട്ട്, അതായത് ഇത് കൃത്യതയോടെ ഇത്രമാണ് ബജറ്റിൽ പ്രതീക്ഷിച്ച GSDP, അത് ഇത്ര വന്നു, അതായത് ഇത്തിരി കൂടി അല്ലെങ്കിൽ ഇത്തിരി കുറഞ്ഞു, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ റവന്യൂ വരുമാനം എത്രയായിരുന്നു, അങ്ങനെ ഓരോന്നിൻ്റെയും പ്രതീക്ഷ അനുസരിച്ച് പറഞ്ഞിരിക്കുന്ന തുകയിൽ വന്ന മാറ്റമുണ്ടോ, അത് ആ മാറ്റമില്ലാതെ ആക്ച്വലാണോ എന്നൊക്കെ അറിയുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യം മനസ്സിലാക്കാതെയാണോ ഈ ഭരണപരിഷ്കാര കമ്മീഷൻ ഇങ്ങനെയൊരു റെക്കമെൻഡേഷൻ നടത്തിയത്? ഇതിനെ അവഗണിച്ചുകൊണ്ടോ ഇത് മനസ്സിലാക്കാതെയാണോ എല്ലാ മന്ത്രിമാരും എല്ലാവരും കൂടി എടുത്ത് ഇങ്ങനെ ഈ KSR, അതായത് പിന്നെ ഈ സർവീസ് റൂള് ഏകീകരിച്ചുകൊണ്ട്, അതായത് ധനവകുപ്പിൻ്റെ ശക്തി ചിറകരിഞ്ഞ് മാറ്റി എല്ലാ വകുപ്പുകൾക്കും പുതിയ ചിറകുകൾ കൊടുത്ത് നിങ്ങൾ ഫീനിക്സ് പക്ഷിയെപ്പോലെ പറന്നുയർന്നുകൊള്ളൂ എന്ന് പറഞ്ഞ് ഒരു സിവിൽ സർവീസ് കോഡ് കൊണ്ടുവന്നു എന്ന് കേൾക്കുമ്പോൾ ചിരിക്കാനല്ലാതെ മറ്റൊന്നിനും യുക്തിസഹമായി ഈ കേരളത്തിൻ്റെ ധനവകുപ്പിനെ പറ്റിയും അതിൻ്റെ പ്രവർത്തനങ്ങളെ പറ്റിയും അതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ അത്ര ശോച്യമായ അവസ്ഥയാണ്. പലരും പറയാറുള്ളതുപോലെ പൂച്ച പെറ്റുകിടക്കുന്ന ഒരവസ്ഥയാണ് നമ്മുടെ ഖജനാവിനുള്ളത്. അങ്ങനെയുള്ള ഒരു ഖജനാവിനെ നോക്കി നിന്നുകൊണ്ടാണ് ഈ ഒരു വികേന്ദ്രീകരണം നടത്തിയിരിക്കുന്നത്. ഏതോ മഹാകാര്യം നടത്തിയിരിക്കുന്നു എന്ന മട്ടിലാണ് മുഖ്യമന്ത്രി അത് ആവർത്തിക്കുന്നത്. ഓർമ്മിക്കണം, നമ്മൾ മുഖ്യമന്ത്രി അധികാരത്തിൽ വന്ന അന്ന് ആദ്യത്തെ സ്വെയറിംഗ് ഇൻ സെറിമണിയുടെ ദിവസം തന്നെ ആദ്യം നടത്തിയ ഒരു പ്രസ്താവന, ഓരോ ഫയലിൻ്റെ പുറകിലും ഒരു ജീവിതമുണ്ട്, അതുകൊണ്ട് കാര്യക്ഷമത, ഫയലുകൾ വെച്ച് താമസിപ്പിക്കരുത്, കാര്യക്ഷമതയോടെ. എന്നിട്ട് ഇപ്പോൾ സെക്രട്ടേറിയറ്റിൽ ചെന്ന് നോക്കണം. ആ മുഖ്യമന്ത്രി അറിഞ്ഞില്ല കേരളീയവും കേരള സഭയും ഒക്കെ നടത്തിക്കൊണ്ടു പോയാൽ ഫയലുകൾ താമസിക്കും, ഫയലുകളിൽ നീതി കിട്ടുകയില്ല, സാധാരണക്കാരന് നീതി കിട്ടുകയില്ല. ഇക്കാര്യം പിന്നെ മുഖ്യമന്ത്രിക്ക് ആര് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമാണ്? അത് അദ്ദേഹത്തിന് അറിയാം. പക്ഷെ അത് അദ്ദേഹം
പ്രസ്താവനയിൽ ഒന്നും പ്രവൃത്തിയിൽ മറ്റൊന്നുമായിട്ട് നമുക്ക് കാണിച്ചു തരുന്നു എന്ന മാറ്റമാണ് അവിടെ നമ്മൾ കാണേണ്ടത്. ഇനി ഇവിടെ നമ്മൾ വേറെ ഒരു കാര്യം ഓർക്കണം. ഒരു കുടുംബത്തിൻ്റെ ബജറ്റ് ഇപ്പം ധനമന്ത്രിയുടെ അത്യാവശ്യ നിയന്ത്രണങ്ങൾ, മറ്റ് മേഖലകളിൽ മറ്റ് വകുപ്പുകളിൽ ചെലുത്തുന്ന സാമ്പത്തിക ധന നിയന്ത്രണങ്ങൾ, ആ ധനനിയന്ത്രണങ്ങൾ ധനമന്ത്രിയുടെ കയ്യിൽ നിന്നെടുത്ത് ഓരോ വകുപ്പിൻ്റെയും തലവിന് വിട്ടുകൊടുക്കുന്നു എന്ന് പറയുകയാണല്ലോ, എന്നാണല്ലോ ഈ ഏക സിവിൽ സർവീസ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു കുടുംബത്തിൻ്റെ കാര്യം മാത്രം എടുക്കുക, ഒരു സംസ്ഥാനത്തിൻ്റെയോ ഒരു രാജ്യത്തിൻ്റെയോ കാര്യം എടുക്കേണ്ട, ഒരു കുടുംബത്തിൻ്റെ കാര്യം എടുക്കുക. വരുമാനം, വീട്ടിൽ 10 പേരുണ്ടെന്നിരിക്കട്ടെ, 10 പേരും ധനമന്ത്രിമാരായിട്ട് ചിലവ് തീരുമാനിക്കുകയും ചിലവഴിക്കുകയും ചെയ്താൽ എങ്ങനെയായിരിക്കും ആ കുടുംബത്തിൻ്റെ ഭാവി, അതിൻ്റെ നിലനിൽപ്പ് ഒന്ന് ആലോചിച്ച് നോക്കൂ. സാധാരണ രീതിയിൽ, അതായത് ഇപ്പം നമുക്കറിയാം ഒരു കുടുംബത്തിൽ ആരാണ് ഗ്രഹനാഥനായിരിക്കും സാധാരണ രീതിയിൽ വരവ് ചെലവുകൾ നിയന്ത്രിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അനുവാദമില്ലാതെ വരവ് ചെലവുകളുമായി മുന്നോട്ട് പോകുന്ന കുടുംബങ്ങളാണ് കടക്കണിയിലും കൂട്ട ആത്മഹത്യയിലും ഒക്കെ എത്തിച്ചേരുന്നത്. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യം. അത് തന്നെയാണ് ഒരു സംസ്ഥാനത്തിൻ്റെ, അതിനേക്കാൾ ഗൗരവതരമാണ് ഒരു സംസ്ഥാനത്തിൻ്റെ ഖജനാവ്, ഒരു സംസ്ഥാനത്തിൻ്റെ വരവ് ചെലവ് കണക്കുകൾ, അത് കടം മേടിക്കൽ, ഇതൊക്കെ എങ്ങനെ നിയന്ത്രിക്കണം, എവിടെ നിയന്ത്രിക്കണം, എവിടെയൊക്കെ നിയന്ത്രിക്കണം, ഇത്തരം കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്ന ഒരു കാരണവരുടെ സ്ഥാനമാണ് ധനമന്ത്രിക്ക് കൊടുത്തിരിക്കുന്നത്. അത് കേരളം കൊടുത്തതല്ല, കേന്ദ്രവും സംസ്ഥാനവും കോൺസ്റ്റിറ്റ്യൂഷനും അങ്ങനെ ഒരു അധികാരം ആ ധനമന്ത്രിക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കൊടുക്കുന്ന ആ അധികാരം, അതായത് പാർലമെൻറ്റ് വഴി പാസ്സാക്കിയ ഒരു നിയമത്തിലാണ് ഈ റൂൾ 10 ഉള്ളത്. ദാറ്റ് മീൻസ് അത് കോൺസ്റ്റിറ്റ്യൂഷനിൽ ചേർത്തിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും പാർലമെൻറ്റ് പരമ അതോറിറ്റി ഇത് ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ ദാറ്റ്സ് ഈക്വലൻ ടു അത് കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ വന്നതിന് തുല്യമായിട്ട് നമ്മൾ കണക്കാക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു നിയമം നിലവിലിക്കെയാണ് ഈ KSR റൂള് കൊണ്ടുവന്നിരിക്കുന്നത്. അതുപോലെ ധനവകുപ്പിൽ വളരെ വർഷങ്ങൾ വളരെ ശക്തമായ രീതിയിൽ കാര്യക്ഷമതയോടെ പ്രവർത്തിച്ച് റിട്ടയർ ചെയ്ത ചില മഹാനുഭാവന്മാരിൽ നിന്ന് ഞാൻ അഭിപ്രായങ്ങൾ തേടുകയുണ്ടായി. അപ്പോൾ അവരൊക്കെ എനിക്ക് പറഞ്ഞു തന്നത് ശരിക്ക് പ്ലാനിംഗ്, നികുതി, സ്റ്റോർ പർച്ചേസ്, ഈ 3 വകുപ്പുകളും ധനവകുപ്പിൻ്റെ അധികാര പരിധിയിൽ തന്നെ നിൽക്കണമെന്നാണ്. കാരണം ഈ 3 വകുപ്പുകളും ധനവകുപ്പിൻ്റെ അധികാര പരിധിയിൽ നിന്നാൽ മാത്രമേ സംസ്ഥാനത്തിൻ്റെ വരവ് ചെലവ് കണക്കുകളൊക്കെ കൃത്യമായി കണക്കിലെടുക്കുകയും അതിനനുസരിച്ച് എല്ലാം ക്രമീകരിക്കുകയും കടക്കണിയിലേക്ക് പോകാതെ സസ്റ്റൈനബിൾ ഫിസ്ക്കൽ സിറ്റുവേഷൻ, അതായത് നമ്മളിപ്പോൾ ഭയങ്കര ധനപ്രതിസന്ധിയിലാണ്. ആ ധനപ്രതിസന്ധിക്ക് നമ്മൾ പഴിചാരുന്നത് മുഴുവൻ കേന്ദ്രത്തെയാണ്. കേന്ദ്രത്തിൻ്റെ ഭാഗത്ത് ചില കുറ്റങ്ങളുണ്ട്, പക്ഷേ അതിൻ്റെ 90% കുറ്റവും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഈ കെടുകാര്യസ്ഥതയുടെ തെളിവാണ്. അതിന് CAG റിപ്പോർട്ട് എടുത്ത് നോക്കിയാൽ മതി. അതൊന്നും ഇവിടെ നമുക്ക് സൂചിപ്പിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല. അപ്പോൾ ഈ പറയപ്പെട്ട പ്ലാനിംഗ്, നികുതി, അതുപോലെ തന്നെ സ്റ്റോർ പർച്ചേസ്, ഈ 3 വകുപ്പും ഇപ്പോൾ തന്നെ ധനവകുപ്പിൻ്റെ നിയന്ത്രണത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ വകുപ്പുകളുടെ നിയന്ത്രണം, അതായത് നികുതി പിരിക്കുന്ന വകുപ്പ് ധനവകുപ്പിൻ്റെയോട് ചേർന്ന് നിന്നില്ലെങ്കിൽ, ധനവകുപ്പിൻ്റെ അധികാര പരിധിയിൽ വന്നില്ലെങ്കിൽ അവർ കാര്യക്ഷമതയോടുകൂടി നികുതി പിരിക്കാൻ എന്ത് ശ്രമം നടത്തും? നികുതി പിരിവിൽ വരുന്ന വെട്ടിക്കലുകൾ എന്ന് പറഞ്ഞാൽ ഡോക്ടർ ഐസക്കിന് നന്നായിട്ട് അറിയാവുന്നതാണ്. അദ്ദേഹമൊക്കെ ഇതേപ്പറ്റി അഭിപ്രായങ്ങൾ പറയാത്തതിൽ എനിക്ക് അത്ഭുതം തോന്നുകയാണ്. അദ്ദേഹം ധനമന്ത്രി ആയിരിക്കുമ്പോഴാണ് പെരുമ്പാവൂർ ബേസ്ഡ് ആയിട്ടുള്ള ഒരിക്കലും ജനിച്ചിട്ടില്ലാത്ത കമ്പനികൾ, പ്ലൈവുഡ് കമ്പനികൾ ഉണ്ടായതും ആ കമ്പനികൾ ITC ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന രീതിയിൽ കള്ള രസീതുകൾ ടാക്സ് പോർട്ടലിൽ അപ്ലോഡ് ചെയ്ത് 5 കോടിയുടെ നികുതി വെട്ടിയിൽ നടത്തി. അതായത് ഗവൺമെൻറ്റിൽ നിന്ന് GST പോർട്ടൽ വഴിയായിട്ട് ITC കൊടുത്ത് 5 കോടിയുടെ നികുതി വെട്ടിയിൽ നടത്തി. പക്ഷേ അദ്ദേഹത്തിൻ്റെ സാമർഥ്യം കൊണ്ട് അത് കണ്ടുപിടിക്കുകയും അത് അവരിൽ നിന്ന് കള്ളത്തരം കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അതുപോലത്തെ കള്ളത്തരം നടത്താൻ ഇങ്ങനെയുള്ളവർ മടിക്കും. അതായത് അത് ഇല്ലാത്ത ആധാർ കാർഡുകൾ ഉപയോഗിച്ചാണ് അന്ന് ആ 5 കോടിയുടെ നികുതി വെട്ടിപ്പിനുള്ള സജ്ജീകരണങ്ങൾ, അതായത് ITC ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ടാക്സ് പോർട്ടലിൽ അപ്ലോഡ് ചെയ്തത് ഇല്ലാത്ത ആധാർ കാർഡുകൾ ഉപയോഗിച്ച്.
അതും അല്ലെങ്കിൽ എവിടെയെങ്കിലും, അതായത് ആരുടെയെങ്കിലും പിന്നെ ആധാർ കാർഡ് മോഷ്ടിച്ചെടുത്ത് ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ ഫ്രോഡ് നടക്കുന്നുണ്ടല്ലോ, ആധാർ കാർഡൊക്കെ ചോദിച്ച് പിടിച്ചിട്ട് കോടിക്കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് നമ്മുടെ അക്കൗണ്ടിലുള്ള പണം മറ്റുള്ളവർ തട്ടിക്കൊണ്ട്, അങ്ങനെ ഏതെങ്കിലും പാവപ്പെട്ടവർ അവരുടെ ആധാർ നമ്പർ ചോദിച്ചപ്പോൾ എന്തെങ്കിലും കാരണം പറഞ്ഞ് ചോദിച്ചപ്പോൾ പറഞ്ഞു കൊടുത്തു കാണും. അങ്ങനെ അവരുടെ ആധാർ കാർഡ് എടുത്ത് വെച്ച് ഇത് അവരുടെ പേരിൽ കമ്പനി ഫോം ചെയ്യുക. അങ്ങനെ ആ കമ്പനി വഴിയായിട്ട് ITC, ഈ കമ്പനി ഇല്ല, ഫ്രോഡ് കമ്പനിയാണ്, ITC ക്ലെയിം ചെയ്യുക. അങ്ങനെ വരുമ്പോൾ പിടിക്കുന്ന ആരാണ്? ഈ പാവ മനുഷ്യനെ. അങ്ങനെ പിടിച്ചിരിക്കുമ്പോഴാണ് ഇവരറിയുക, അതായത് യഥാർത്ഥ ടാക്സ് വകുപ്പ് അറിയുക ഇങ്ങനെ സംഭവിച്ചു. ഇതൊക്കെ കണ്ടുപിടിക്കാനും നാഷണൽ ആൻറ്റി പ്രോഫിറ്റിയറിംഗ് അതോറിറ്റി ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞൊരു വലിയ നാഷണൽ ബോഡി, സെമി ജുഡീഷ്യൽ ബോഡിയെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ സ്ഥാപിച്ചിട്ടുണ്ട്. അവരുടെ സഹായം, അവരുടെ 10-400, ഇപ്പോൾ നമുക്കറിയാം ഇവിടെ കമേഴ്ഷ്യൽ വകുപ്പ് സ്വർണ്ണ അന്വേഷണം നടത്തിയത് തൃശ്ശൂരിൽ ഒറ്റ ജില്ലയിൽ നിന്ന് തന്നെ 104 കിലോ സ്വർണം ഒറ്റ ദിവസം കൊണ്ട് കണ്ടുപിടിച്ചെടുത്തു. സമർത്ഥനായ ഒരു കമേഴ്ഷ്യൽ ഇൻ്റലിജൻസ് മേധാവി ഉണ്ടായിരുന്നതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കീഴിൽ 10-700 ഓഫീസർമാരാണ് പ്രവർത്തിച്ചത്. അപ്പോൾ നികുതി വകുപ്പിൽ ഓഫീസർമാരുണ്ട് എന്ന് നമുക്ക് മനസ്സിലായി. ആ ഓഫീസർമാർ അതുപോലെ കാര്യക്ഷമതയോടെ പ്രവർത്തിക്കണം എന്നുണ്ടെങ്കിൽ ധനവകുപ്പിൻ്റെ കർശനമായ സപ്പോർട്ടും അതുപോലെ നിയന്ത്രണങ്ങളും ഒക്കെ വേണം. എവിടെ എന്ത് ചെയ്യണം, ആ ഫണ്ട് എങ്ങനെ കളക്ട് ചെയ്യുക. ഇപ്പോൾ 104 കിലോ സ്വർണ്ണമാണ് പിടിച്ചത്. ആ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് തന്നെ സ്വർണത്തിൻ്റെ നികുതി വെട്ടിയിൽ എത്ര വ്യാപ്തമായി നടന്നിട്ടുണ്ട് എന്നതിൻ്റെ ഒരു സൂചന ആണത്. ആ സൂചന അനുസരിച്ച് ഇനിയും മുമ്പോട്ട് പോകുമ്പോഴാണ് നികുതി വെട്ടിച്ചത് കണ്ടെത്തുക. അതുപോലെ കേരളത്തിലെ മുഴുവൻ സ്ഥലങ്ങളിൽ നിന്നും, അതായത് 500 കോടിക്ക് ചുറ്റുവട്ടത്തിൽ കിടക്കുന്ന നികുതി, സ്വർണ്ണ നികുതി ഒരു 30,000 കോടി വരെ ഉയർത്താൻ പറ്റും എന്ന് വസ്തുനിഷ്ഠമായിട്ടാണ് ഞാൻ പറയുന്നത് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. അതിനും മുകളിലേക്ക് പോകും കേട്ടോ. അപ്പോൾ അതൊക്കെ കാര്യക്ഷമതയോടെ നടത്തേണ്ട ആ നികുതി വകുപ്പിനെ എന്തുകൊണ്ട് ധനവകുപ്പിൻ്റെ ചട്ടക്കൂടിനകത്ത് അതിനോട് ബന്ധപ്പെടുത്തി നിർത്തിക്കൂടാ? അതോ ഒരു മന്ത്രിയുടെ കീഴിൽ അവിടെ ഉണ്ടല്ലോ പ്രിൻസിപ്പൽ സെക്രട്ടറി IAS കാരനായിരിക്കും, ഇനി വേറൊരു IAS കാരൻ, ഈ IAS കാരൻ്റെ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അതൊന്നും അല്ല നോക്കേണ്ടത്. IAS ആകട്ടെ ഏതുമാകട്ടെ എല്ലാവരും ജനങ്ങളുടെ സെർവൻസാണ്. ഏത് സർവീസിലുള്ള എത്ര ഉയർന്ന വ്യക്തി എന്ന് പറയാം, ഉദ്യോഗസ്ഥൻ എന്ന് പറഞ്ഞാലും ഒരു സംസ്ഥാനത്തെ അല്ലെങ്കിൽ ഒരു രാജ്യത്തെ ജനങ്ങളുടെ സേവകരാണ് അവർ. അപ്പോൾ അവർ പരസ്പരം കലഹിക്കുകയൊന്നും അല്ല വേണ്ടത്. അവർ പരസ്പരം സഹകരിച്ച് ഈ സംസ്ഥാനത്തെ ധനസമ്പുഷ്ടമാക്കി, ഖജനാവിനെ ധനസമ്പുഷ്ടമാക്കി മാറ്റി എല്ലാവരുടെയും തലയിൽ പൊൻതൂവൽ ചാർത്താനാണ് അവർ ശ്രമിക്കേണ്ടത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊന്നും അറിഞ്ഞുകൂടാതെയാണോ ഈ മന്ത്രിസഭ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത് എന്ന് എന്നെ അത്ഭുതപ്പെടുത്തുകയാണ്. പിന്നെ വേറെ ഇതുകൊണ്ട് ഇങ്ങനെ ഒരു സിവിൽ സർവീസ് കോഡ് രൂപീകരിച്ചത് കൊണ്ടുണ്ടാകാൻ പോകുന്ന ഒരു കാരണമുണ്ട്. അതായത് ഒരിക്കൽ ഹൈക്കോടതി ചോദിച്ചു, ഒരു DGP വേണ്ടെടുത്ത് എന്തിനാണ് 12 DGPമാർ? കേരളത്തിലെ കാര്യമാണ് കേട്ടോ ചോദിക്കുന്നത്. അതായത് ഇവിടെ ലേബർ മിലിറ്റൻസി എന്ന് കേട്ടാൽ ആരും പറയും മേരി ജോർജിനെ കല്ലെറിയാൻ. കാരണം ഞാൻ അങ്ങനെ പറയുന്നുണ്ട്, ലേബർ മിലിറ്റൻസി എന്ന് പറയുന്നു. ഇവിടുത്തെ ലേബർ മിലിറ്റൻസി കാരണം കൊണ്ടാണ് പ്രമോഷന് വേണ്ടി പ്രമോഷൻ കൊടുക്കുക. ഖജനാവ് ചോരുന്നത് ആരും ശ്രദ്ധിക്കുന്നില്ല. ഇത്ര വർഷം സർവീസായ ചുമ്മാ ഇരുന്നവനാണെങ്കിൽ പോലും അവന് പ്രൊമോഷൻ കൊടുത്ത് ഒരു വലിയ തസ്തികയിലേക്ക് കൊണ്ടുപോവുക. ഇങ്ങനെ തസ്തികകൾ സൃഷ്ടിക്കുന്നതിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഹൈക്കോടതി ചോദിച്ചത്, ഒരു DGP വേണ്ടെടുത്ത് എന്തിനാണ് 12 DGPമാർന്ന്. അതേ സംഭവമൊക്കെ തന്നെയാണ് ധനവകുപ്പിലും ഉണ്ട്. ഒരുപാട് തസ്തികകൾ ഇങ്ങനെ സൃഷ്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരു സിവിൽ സർവീസ് കോഡ് കൊണ്ടുവന്ന് ഇവരുടെ ഭരണത്തിൻ്റെ ഒരുപാട് കാര്യങ്ങൾ, അതായത് ഓരോ വകുപ്പ് 10-36 അതിൽ കൂടുതലോ വകുപ്പുകളുണ്ട്, ഭരണവകുപ്പുകളുണ്ട്. ഈ വകുപ്പുകളുടെ ഒക്കെ കാര്യങ്ങൾ അതത് വകുപ്പുകളിലേക്ക് മാറ്റുകയാണ് ഈ സിവിൽ സർവീസ് കോഡ് അനുസരിച്ചെങ്കിൽ ഇവിടെ അധികം തസ്തികകളാകും ധനവകുപ്പിൽ. അതായത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനും തീരുമാനിക്കാനും ഉള്ളത് കൊണ്ടാണ് കൂടുതൽ തസ്തികകൾ, കൂടുതൽ പ്രൊമോഷൻ പോസ്റ്റുകൾ ഒക്കെ ഇവിടെ ഉണ്ടായിരിക്കുന്നത്. അവിടെ അതൊക്കെ എക്സസ് ആയിട്ട് അവിടെ ഇരിക്കും. എക്സസ് എന്നാൽ പിരിച്ചു വിട്ടുകളെ അല്ലെങ്കിൽ ഇവിടെ നിന്ന് എടുത്ത് അപ്പുറത്തേക്ക് വിടാമെന്ന് പറഞ്ഞാൽ ഇവർ സമ്മതിക്കുമോ? അവിടെയൊക്കെ പുതിയ പോസ്റ്റിങ്സ് ഉണ്ടാകും, അവിടെയൊക്കെ എക്സസ് സ്റ്റാഫ് ഉണ്ടാകും. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഒരു കാര്യം മനസ്സിലാക്കുക. ഞാൻ ഒക്കെ പബ്ലിക് എക്സ്പെൻഡിച്ചർ റിവ്യൂ കമ്മിറ്റിയിലുണ്ടായിരുന്ന 2012 മുതൽ 15 വരെയുള്ള കാലഘട്ടം, ആ കാലഘട്ടത്തിൽ നടത്തിയ പഠനം ഞങ്ങൾ 37,000-ലധികം
എക്സസ് സ്റ്റാഫ് ഉള്ളതായിട്ടാണ് കണ്ടുപിടിച്ചത്. അത് ഈ പറയപ്പെട്ട എന്താണ് പറയുക, സെക്രട്ടേറിയറ്റിൽ മാത്രമല്ല, നമ്മുടെ എയ്ഡഡ് കോളേജുകളിലും ഗവൺമെൻറ് എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസിലും, അതായത് ഗവൺമെൻറ് ശമ്പളവും പെൻഷനും കൊടുക്കുന്ന എല്ലാ മേഖലകളും കൂടി എടുത്തു നോക്കുമ്പോൾ ഒരു 38,000-അടുത്ത്, കൃത്യമായ കണക്ക് ഞാൻ ഓർക്കുന്നില്ല. അപ്പോൾ ആ 37,000-ലധികം തസ്തികകൾ വെറുതെ എക്സസ് ആയിട്ട് കിടക്കുകയാണ്. അവിടെയൊക്കെ ആൾക്കാരിയ്ക്കുന്നു, അവർ ശമ്പളം മേടിക്കുന്നു, ശമ്പള വർധനവ് മേടിക്കുന്നു, അവർ ഫെസ്റ്റിവൽ അലവൻസ് മേടിക്കുന്നു, വായ്പ എടുക്കാനുള്ള കപ്പാസിറ്റി, അതായത് ഗവൺമെൻറ് ഓണത്തിനൊക്കെ കൊടുക്കുന്ന വായ്പ കൊള്ളുന്നു, പെൻഷൻ ആകുമ്പോൾ പെൻഷൻ വാങ്ങുന്നു, അങ്ങനെ എല്ലാ സൗകര്യങ്ങളും അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ഇവർ. ഈ 37,000-ലധികം പേര് വെറുതെ ഇരിക്കുകയല്ല കേട്ടോ. സാമ്പത്തിക ശാസ്ത്രത്തിൽ ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെൻ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഒരു 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 കോൺസെപ്റ്റ് ഉണ്ട്. അതായത് പൂർണ്ണമായിട്ട് എംപ്ലോയിഡ് അല്ല, ഭാഗികമായിട്ട് എംപ്ലോയിഡ് ആയിട്ടിരിക്കുന്ന അവസ്ഥ. അങ്ങനെയുള്ളത് നമ്മുടെ പ്രൊഡക്ടിവിറ്റിയെ വല്ലാതെ, അതായത് എനിക്ക് 100% കപ്പാസിറ്റിയിൽ വർക്ക് ചെയ്യാനുള്ളപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്ന ജോലിയുടെ സമയവും കാര്യങ്ങളും ഒക്കെ അനുസരിച്ച് ഞാൻ ഒരാൾ ചെയ്യേണ്ട ജോലിയിൽ 3 പേര് ഇരിക്കുക. അപ്പോൾ 33% നിൽക്കുക എൻ്റെ പ്രൊഡക്ടിവിറ്റി. ബാക്കി ഉള്ളത് ഇതുപോലെ 3 പേർക്കും 33% പ്രൊഡക്ടിവിറ്റിയിൽ വർക്ക് ചെയ്യുക എന്ന് വെച്ചാൽ ബാക്കി നമ്മുടെ കപ്പാസിറ്റി, അതായത് ഒരു 66% കപ്പാസിറ്റി എക്സസ് ആണ്. അതിനെയാണ് ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ ആവശ്യത്തിലധികം ജോലിക്കാർ, ഉദ്യോഗസ്ഥർ ശമ്പളവും പെൻഷനും ഒക്കെ പറ്റി പിരിയുന്ന നമ്മുടെ സംസ്ഥാനത്ത് വീണ്ടും കൂടുതൽ തസ്തികകൾ സൃഷ്ടിക്കപ്പെടും. ഈ സിവിൽ സർവീസ് കോഡ് അനുഭവമായി വന്നാൽ, ഇത് കൃത്യമായിട്ട് പ്രാവർത്തികമായാൽ. കാരണം ഓരോരോ വകുപ്പിലും പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അവരുടെ വരുമാനം നോക്കണം, അവരുടെ ചെലവ് നോക്കണം, അതിൻ്റെ എല്ലാം അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പുതുതായിട്ട് വരും. അപ്പോൾ പുതിയ തസ്തികകൾ വരും. അപ്പോൾ നമ്മുടെ ബർഡൻ വീണ്ടും കൂടും. എങ്ങനെ ഇരിക്കും നമ്മുടെ കേരളത്തിൻ്റെ ധനസ്ഥിതി എന്നൊന്ന് ആലോചിച്ച് നോക്കൂ. ഇത് കേൾക്കുന്നവർ, അവർ ഫിനാൻസിൽ ഇരിക്കണമെന്നില്ല, ഫിനാൻസ് മന്ത്രിയാകണമെന്നില്ല, വെറും സാധാരണക്കാരന് കേട്ടാൽ മനസ്സിലാക്കാവുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത്.